ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ക്യാപ്പിൻ്റെ മറ്റൊരു മനോഹരമായ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ പഠിത്തമൊക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ നമ്മൾ തരുന്ന ഇമ്പോർട്ടൻ്റ് MCQസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഞങ്ങളുടെ ക്ലാസ് എല്ലാം സ്ഥിരമായിട്ട് കാണുക. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഒപ്റ്റോ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഇമ്പോർട്ടൻ്റ് MCQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊട്ടും സമയം കളയേണ്ട, പോകാം ക്ലാസ്സിലേക്ക്, പഠിക്കാം. ഇമ്പോർട്ടൻ്റ് MCQs ഓൺ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് LDRs ആർ ഓൾസോ കോൾഡ്. ഓപ്ഷൻ എ പറയുന്നത് ഫോട്ടോ വോൾട്ടേക് സെൽ, ഓപ്ഷൻ ബി പറയുന്നത് ഫോട്ടോ റെസിസ്റ്റീവ് സെൽ, ഓപ്ഷൻ സി പറയുന്നത് ഫോട്ടോ എമിസീവ് സെൽ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് ഓൾ ഓഫ് ദ മെൻഷൻ. അപ്പോൾ LDRs ആർ ഓൾസോ കോൾഡ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഫോട്ടോ റെസിസ്റ്റീവ് സെൽ. ഫോട്ടോ റെസിസ്റ്റീവ് സെൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോ റെസിസ്റ്റീവ് സെൽസ് ആൻഡ് LDR വർക്ക്സ് ഓൺ ദ ഇൻ്ററാക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ റെസിസ്റ്റൻസ് ചേഞ്ച്. അപ്പോൾ ഫോട്ടോ റെസിസ്റ്റീവ് സെൽസും അതുപോലെ തന്നെ LDRസും വർക്ക് ഓൺ ദ ഇൻ്ററാക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ റെസിസ്റ്റൻസ് ചേഞ്ച്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോട്ടോ റെസിസ്റ്റീവ് സെൽസ് ആർ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ആക്റ്റീവ് ഡിവൈസ്, സെക്കൻഡ് ഓപ്ഷൻ പാസീവ് ഡിവൈസ്, തേർഡ് ഓപ്ഷൻ പറയുന്നത് ഇൻസുലേറ്റിംഗ് ഡിവൈസ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് നൺ ഓഫ് ദ മെൻഷൻ. അപ്പോൾ ഫോട്ടോ റെസിസ്റ്റീവ് സെൽസ് ആർ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് പാസീവ് ഡിവൈസ്. പാസീവ് ഡിവൈസ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. പാസീവ് ഡിവൈസസ് ആർ ദോസ് ഡസൻ റിക്വയർ ആൻ എക്സ്റ്റേണൽ പവർ സോഴ്സ്. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത് പാസീവ് ഡിവൈസസ് ആർ ദോസ് ഡസൻ റിക്വയർ ആൻ എക്സ്റ്റേണൽ പവർ സോഴ്സ്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ ഡാർക്ക് LDR ഹാസ്, ഓപ്ഷൻ എ പറയുന്നത് ലോ റെസിസ്റ്റൻറ്റ്, ഓപ്ഷൻ ബി പറയുന്നത് ഹൈ കറണ്ട്, ഓപ്ഷൻ സി പറയുന്നത് ഹൈ റെസിസ്റ്റൻറ്റ്, ഓപ്ഷൻ ഡി പറയുന്നത് ബോത്ത് എ ആൻഡ് ബി. ഇൻ ഡാർക്ക് LDR ഹാസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഹൈ റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫോട്ടോ ഡയോഡ്സ് ഓപ്പറേറ്റ് ബൈ അബ്സോർഷൻ ഓഫ് ഫോട്ടോൺസ് ഓർ ചേഞ്ച്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് ജനറേറ്റ് എ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട് ഡാഷ് ടു ദ ഇൻസിഡൻറ്റ് പവർ. ദ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ഡാഷ് വിത്ത് ഡിസ്റ്റൻസ് ആൻഡ് ഈസ് ഡാഷ് ടു ദ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ്. നമ്മുടെ ഓപ്ഷൻസ് പറയുന്നത് പ്രൊപ്പോർഷണൽ, എക്സ്പോണൻഷ്യലി പ്രൊപ്പോർഷണൽ, പ്രൊപ്പോർഷണൽ ലോഗരിതമിക്കലി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, എക്സ്പോണൻഷ്യലി അൺറിലേറ്റഡ്. ഓപ്ഷൻ ഡി പറയുന്നത് അൺറിലേറ്റഡ്, അൺറിലേറ്റഡ്, അൺറിലേറ്റഡ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ, എക്സ്പോണൻഷ്യൽ, അഗെയിൻ പ്രൊപ്പോർഷണൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് കമ്പയർഡ് ടു എ ഫോട്ടോ ഡയോഡ് വിച്ച് ഓഫ് ദ ലിസ്റ്റഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് വുഡ് ബി എക്സ്പെക്റ്റഡ് ഓഫ് എ ഫോട്ടോ ട്രാൻസിസ്റ്റർ. ഓപ്ഷൻ എ പറയുന്നത് ഇങ്ങനെയാണ്, ഫാസ്റ്റർ റെസ്പോൺസ് ആൻഡ് ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി. ഓപ്ഷൻ ബി പറയുന്നത് ഫാസ്റ്റർ റെസ്പോൺസ് ആൻഡ് ലെസ് സെൻസിറ്റിവിറ്റി. ഓപ്ഷൻ സി പറയുന്നത് സ്ലോവർ റെസ്പോൺസ് ആൻഡ് ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് സ്ലോവർ റെസ്പോൺസ് ആൻഡ് ലെസ് സെൻസിറ്റിവിറ്റി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് സ്ലോവർ റെസ്പോൺസ് ആൻഡ് ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഫോട്ടോ ഡയോഡ് വെൻ ദർ ഈസ് നോ ഇൻസിഡൻറ്റ് ലൈറ്റ് there was current is almost negligible and is called. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സെനർ കറണ്ട്, ഓപ്ഷൻ ബി ഡാർക്ക് കറണ്ട്, ഓപ്ഷൻ സി ഫോട്ടോ കറണ്ട് ആൻഡ് ഓപ്ഷൻ ഡി പിൻ കറണ്ട്.
അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇൻ ഫോട്ടോ ഡയോഡ് വെൻ ദർ ഇസ് നോ ഇൻസിഡൻറ്റ് ലൈറ്റ് ദർ വാസ് കറണ്ട് ഈസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആൻഡ് ഈസ് കോൾഡ് ഡാർക്ക് കറണ്ട്. ഓപ്ഷൻ ബി ഡാർക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ ഹെക്ട്രോ ജംഗ്ഷൻ യൂസിങ് ഡാഷ് മെറ്റീരിയൽ ആർ നോൺ ആസ് വേവ് ഗൈഡ് ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ്. ഓപ്ഷൻ എ പറയുന്നത് INGAP, ഓപ്ഷൻ ബി പറയുന്നത് INGAS, ഓപ്ഷൻ സി പറയുന്നത് INGASP ബാർ INAIAS, ഓപ്ഷൻ ഡി പറയുന്നത് ERGAS. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇന്ത്യൻ ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ഓർ ഇന്ത്യൻ അലുമിനിയം ആർസനൈഡ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഫോട്ടോ ട്രാൻസിസ്റ്റർ യൂസിങ് INGASP ഓർ INAIAS are known as waveguide phototransistors. They function as waveguide phototransistors. They function as high performance photodetectors at 1.3 micrometer wavelength. They utilize a passive waveguide layer under active transistor region. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഡിറ്റക്ഷൻ മെക്കാനിസം ഇൻ ഡാഷ് റിലൈസ് ഓൺ ഫോട്ടോ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം കൺഫൈൻഡ് സ്റ്റേറ്റ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ക്വാണ്ടം വെൽസ്. ഓപ്ഷൻ എ പറയുന്നത് PIN ഡിറ്റക്ടർ, ഓപ്ഷൻ ബി പറയുന്നത് ക്വാണ്ടം ഡോട്ട് ഫോട്ടോ ഡിറ്റക്ടർ, ഓപ്ഷൻ സി പറയുന്നത് PN ഫോട്ടോഡയോഡ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് അവലാഞ്ചെ ഫോട്ടോഡയോഡ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ക്വാണ്ടം ഡോട്ട് ഫോട്ടോ ഡിറ്റക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം ഡോട്ട് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ഡിറ്റക്ഷൻ മെക്കാനിസം ഇൻവോൾവ്സ് ഫോട്ടോ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്. ദിസ് പ്രോസസ് ഓഫ് ഫോട്ടോ എക്സൈറ്റേഷൻ ഇൻ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ഈസ് similar to that in the quantum dot semiconductor optical amplifier. The dots in quantum dot detector is called as dual structure. ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ബി ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡിറ്റർമൈനിങ് പെർഫോമൻസ് ഓഫ് എ ഫോട്ടോ ഡിറ്റക്ടർ ഡാഷ് ഈസ് ഓഫൺ യൂസ്ഡ്. ഓപ്ഷൻ എ പറയുന്നത് നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ, ഓപ്ഷൻ ബി പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കളക്റ്റഡ്, ഓപ്ഷൻ സി പറയുന്നത് റെസ്പോൺസിവിറ്റി, ഓപ്ഷൻ ഡി പറയുന്നത് അബ്സോർഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് റെസ്പോൺസിവിറ്റി. ഒപ്റ്റോ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് MCQs നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു MCQമായി വരുന്നവരേക്കും ഗുഡ് ബൈ.